ഏഴാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകം. ഈ വൈകുണ്ഠത്തിൽ ലക്ഷ്മീദേവി കൂടി ഉണ്ടല്ലോ. ലക്ഷ്മീദേവിയെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നാനാദിവ്യവധൂജനൈരവിവൃത വിദ്യുല്ലതാതുല്യയാ വിശ്വോന്മാദന ഹൃദ്യേ ഗാത്രലതയാ വിദ്യോദിതാശാന്തരാ ത്വത്പാദാംബുജ സൗരഭൈകകുതുകാൻ ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവാ തത്തേ പദം ദേഹി മേ. ലക്ഷ്മീദേവി വൈകുണ്ഠത്തിൽ എങ്ങനെയാണ് വസിക്കുന്നത്? അനേകം ദിവ്യ സ്ത്രീകളുടെ സംഘങ്ങളാൽ സേവിക്കപ്പെട്ടവളും അതിസുന്ദരമായ ശരീരശോഭ കൊണ്ട് സകല ദിക്കുകളെയും പ്രകാശിപ്പിക്കുന്നവളും ആശ്ചര്യകരമായ ദിവ്യ പ്രഭാവത്തോടു കൂടിയവളും ആയ ലക്ഷ്മീദേവി സ്വയം നിന്തിരുവടിയുടെ പാദപത്മങ്ങളുടെ സുഗന്ധം അനുഭവിപ്പാൻ ആശിച്ചുകൊണ്ട് നിത്യം വാഴുന്നതാണ് ആ വൈകുണ്ഠലോകം. അതിൻ്റെ മാഹാത്മ്യം ആർക്കാണ് വർണ്ണിപ്പാൻ സാധിക്കുക? ആ ദിവ്യലോകം എനിക്കും സിദ്ധിക്കണമേ എന്ന് കവി പ്രാർത്ഥിക്കുകയാണ്. വളരെ സുന്ദരമായ മനോമോഹനമായ വൈകുണ്ഠലോകം നമുക്കും പ്രാപിക്കാൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നാനാദിവ്യ വധൂജനൈരഭിവൃത വിദ്യുല്ലതാതുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോദിതാശാന്തരാ ത്വത്പാദാംബുജ സൗരഭൈകകുതുകാത് ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവാ തത്തേ പദം ദേഹി മേ.